കേശവ് നഗർ എന്ന ഗ്രാമം വളരെ സമാധാനമായ ഗ്രാമമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഗ്രാമത്തിനെ കുറിച്ച് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് കേശവ് നഗറിൽ ഒരു സർക്കസ് നടന്നത്. അവിടെ മരത്തിൽ ഒരു സെൽഫ് ബൂത്ത് ഉണ്ടായിരുന്നു. അവിടെ ജനങ്ങൾ തങ്ങളുടെ ഫോട്ടോ എടുക്കും. പക്ഷെ ആ സർക്കസ് കഴിഞ്ഞതിന് ശേഷം ആരോ ആ മര ബൂത്ത് അവിടെ ആ ഗ്രാമത്തിൽ തന്നെ വിട്ടിട്ട് പോയി. ചേടാ, ഈ ബൂത്തിനെ ഇങ്ങനെ ഗ്രൗണ്ടിൽ എവരാണ് വിട്ടിട്ട് പോയത്? അറിയില്ല മുതലാളി. കടന്ന ആഴ്ച മുതൽ ഇത് ഇങ്ങോട്ടാണ് ഉള്ളത്. പിന്നെ ഇതിനെ എന്തിനാ പുറത്ത് പോടാത്തത്? മുതലാളി, ഇതെല്ലാം ഞങ്ങൾ ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ ഈ ബൂത്ത് നല്ല വെയിറ്റ് ആയിട്ടുണ്ട്. ഇത് പൊക്കുന്നത് ഞങ്ങൾ കൊണ്ട് സാധിക്കില്ല. എന്ന് വെച്ചാൽ ഇതിനെ സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ ഇങ്ങനെ വിടാൻ പോകുന്നു? വേറെ വഴിയൊന്നും ഇല്ല മുതലാളി. കാരണം പിള്ളേർക്ക് ഇതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഈ ബൂത്ത് ഇങ്ങനെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് സന്തോഷമാണ്. രാമു പറഞ്ഞത് വളരെ ശരിയാണ്. ഈ സെൽഫി ബൂത്ത് കാരണം കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെയാണ്. പക്ഷെ ആ ബൂത്ത് കാണാൻ എത്ര സാധാരണമായി തോന്നുന്നോ അത്ര സാധാരണമായതല്ല ആ ബൂത്ത്. ഒരു ദിവസം ഗ്രാമത്തിലുള്ള ഒരു വയസ്സായ ആൾ, അതായത് മുത്തച്ഛൻ, സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അദ്ദേഹം വളരെ വിഷമത്തിലായിരുന്നു. അവൾ എന്നെ വിട്ടുപോയി എത്ര കൊല്ലങ്ങളായി. പക്ഷെ ഇന്നും അവൾ ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ദൈവമേ, നീ എന്നോട് എന്താണ് ചെയ്തത്? എന്റെ സാവിത്രിനെ എന്റെ അടുത്തുനിന്ന് പറിച്ച് എന്നെ എന്തിനാ ഒറ്റയ്ക്ക് വിറ്റത്? എന്തിനാ എനിക്ക് ഇത്ര വലിയ അന്യായം ചെയ്തത്? പറയൂ, എന്തിനാ എനിക്ക് അങ്ങനെ ചെയ്തത്? മുത്തച്ഛൻ വളരെ വിഷമത്തിലായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയോടൊപ്പം സമയം ചിലവഴിക്കണമെന്ന് കരുതി. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു വ്യത്യാസമായ ശബ്ദം കേട്ടത്. അദ്ദേഹം പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ സെൽഫി ബൂത്ത് തന്റെ സ്ഥലത്ത് വിചിത്രമായി അനങ്ങിക്കൊണ്ടിരുന്നു. അതിന്റെ 4 വശത്തും പുക കൊണ്ട് ചുറ്റപ്പെട്ടു. തന്റെ മുൻപിൽ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായില്ല. അദ്ദേഹം പേടിച്ചുപോയി. അദ്ദേഹം അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു ശബ്ദം കേട്ടത്. മുത്തച്ഛൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിന് തന്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. അദ്ദേഹത്തിന്റെ മുൻപിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ടായിരുന്നു. പക്ഷെ അവർ 5 വർഷത്തിനു മുൻപ് മരിച്ചുപോയി. അല്ല, എന്താ ഇത്? ഇന്ന് എന്റെ പിറന്നാളാണ്. നിങ്ങളല്ലേ എന്നെ കുറിച്ച് ചിന്തിച്ചത്? ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ പോകുന്നു. മുത്തച്ഛൻ അവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരുപാട് സന്തോഷിച്ചു. അദ്ദേഹം തന്റെ ഭാര്യയോട് ഒരുപാട് സംസാരിച്ചു. പിന്നെ ഒപ്പം തന്നെ ഒരു സെൽഫിയും അദ്ദേഹം എടുത്തു. ശരി, എന്നാ എനിക്കിപ്പോൾ പോകേണ്ട സമയമായി കഴിഞ്ഞു. പക്ഷേ നീ എങ്ങോട്ടാ പോകുന്നത്? അവിടെയാണ് എന്റെ സ്ഥലത്തിലേക്ക്. ഈ മാന്ത്രിക ബൂത്ത് കാരണം നമുക്ക് കാണാനായി. പക്ഷെ ആ മാന്ത്രികതയുടെ സമയം തീരാൻ പോവുകയാണ്. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് എന്നെ പറഞ്ഞയക്കോ. മാന്ത്രിക ബൂത്തോ? എന്ന് വെച്ചാൽ നീ ഇതിന്റെ സഹായം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? അതെ. ശരി, ഞാൻ നിന്നെ തടയില്ല. നീ അങ്ങോട്ട് പോവാം. നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം. മുത്തച്ഛന്റെ കൺമുൻപിൽ തന്നെ സാവിത്രി കാറ്റത്ത് മാഞ്ഞുപോയി. ഈ മാന്ത്രിക സെൽഫി ബൂത്ത് കാരണം മുത്തച്ഛന് തന്റെ ഭാര്യയെ കാണാനുള്ള ആഗ്രഹം നിറവേറി. അടുത്ത ദിവസം ആ മാന്ത്രിക സെൽഫി ബൂത്തിന്റെ കഥ ഗ്രാമം മൊത്തം അറിഞ്ഞു. ജനങ്ങളൊക്കെ അവരുടെ നടക്കാത്ത ആഗ്രഹങ്ങൾ നിറവേറാനായി രാത്രിയിൽ ആ ബൂത്തിനടുത്ത് വരിയായി നിൽക്കുകയായിരുന്നു. ഹേ ബൂത്ത് ദൈവമേ, എനിക്ക് ഒരു ആശയവും ഇല്ല. പക്ഷെ ഒരു സ്വപ്നമുണ്ട്. അതിനെ പൂർത്തിയാക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നെ കൊണ്ട് എല്ലാ ശ്രമങ്ങളും ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യവും എനിക്ക് തോൽവിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ കടശി വിശ്വാസം നീയാണ്. ഞാൻ ഒരു കൃഷിക്കാരനാണ്. പക്ഷേ കടന്ന ചില കൊല്ലങ്ങളായിട്ട് എൻ്റെ പാടത്തിൽ വിളച്ചൽ വരുന്നതേ ഇല്ല. എൻ്റെ പാടത്ത് എവിടെ തീയ ദൃഷ്ടിയോ പറ്റിയിട്ടുണ്ട്. ഞാൻ പാവപ്പെട്ടവനാണ്. ഞാൻ ജീവിക്കാനുള്ള ഒറ്റ ആധാരം എൻ്റെ സ്ഥലം മാത്രമാണ്. അതിനെ നല്ലത് നടക്കണം. രഘുവിന്റെ വാക്കുകൾ എത്ര ഈസി ആയതും കുട്ടിത്വം നിറഞ്ഞതുമായിരുന്നോ അത്രത്തോളം അത് നടക്കാത്തതാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു അതിശയം നടന്നത്. ആ ബൂത്തിന് ചുറ്റും ഒരു വെളിച്ചം വന്നു. അപ്പോൾ അതിനിടയ്ക്ക് രഘുവിന്റെ കയ്യിൽ ഒരു ഫോട്ടോ വന്ന് വീണു. അദ്ദേഹം നോക്കി. ആ ഫോട്ടോയിൽ അദ്ദേഹത്തിന് പുറകിൽ പശ്ചിമ നിറഞ്ഞൊരു പാടമുണ്ടായിരുന്നു. അത് കണ്ടതും സന്തോഷം കൊണ്ട് രഘുവിന് വട്ടുപിടിച്ചതുപോലെ തോന്നി. ഇതിന്റെ അർത്ഥം ഈ പ്രാവശ്യം എന്റെ സ്ഥലത്തിൽ വിളച്ചൽ വരും. നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട്. രഘു വിഷമിക്കാതെ വീട്ടിലേക്ക് ചെന്നു. പിന്നെ അടുത്ത ദിവസം തന്നെ രഘുവിന് കടം നൽകുന്ന ആളിൽ നിന്നും നല്ലൊരു തുക കടനായി കിട്ടി. ആ കാശ് കൊണ്ട് അദ്ദേഹം എല്ലാ സാധനങ്ങളും വാങ്ങി. അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പാടം നല്ല രീതിയിൽ മാറ്റാനുള്ളതാണ്. ആ ബൂത്ത് കാരണം കേശവ്പൂരിന്റെ അവസ്ഥ മാറാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നൊരു ദിവസം ആ ബൂത്ത് പണി ചെയ്യാതെ ആയി. ആരൊക്കെ അതിന്റെ മുൻപിൽ വന്ന് അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നു.
അവർ വെറും കൈയോടെ തിരികെ പോയി. ദൈവമേ, തീർച്ചയായും നമ്മളുടെ ബൂത്ത് ദൈവത്തിന് എവിടെ ദൃഷ്ടിയോ പെട്ടിട്ടുണ്ട്. നീ വായ അടയ്ക്കരാമോ? ഇപ്പോൾ ഞാൻ എന്താ ചെയ്തു മുതലാളി? നിന്റെ കാരണമാണ് ഇതെല്ലാം നടന്നത്. ഇതിനെ ഇങ്ങോട്ടേ വിടാമെന്ന് എവരാണ് പറഞ്ഞത്? ഒരു പക്ഷേ ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ നീയാണ് ഇതിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. ഇത് ഇങ്ങനെ പെട്ടെന്ന് ഓഫായി പോകുമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? മതി മതി, ഓവറായിപ്പോയി. ഇതിനെ വേഗം തന്നെ ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോ. അത് മാത്രമല്ല, ഇതിന് ശേഷം ഇത് ജോലി ചെയ്യില്ല, മനസ്സിലായോ? ശരി മുതലാളി. ആ മാന്ത്രിക ബൂത്ത് പണി ചെയ്യുന്നത് നിർത്തിയതും തന്നെ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്കൊക്കെ അതൊരു ആവശ്യമില്ലാത്ത വസ്തുവായി മാറി. തലവൻ പറഞ്ഞതുകൊണ്ട് അടുത്ത ദിവസം പുറത്തുള്ള ആളുകളെ ആ ബൂത്ത് എടുക്കാനായി വിളിച്ചു വരുത്തി. ഇവിടെ നോക്ക്, ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ മാന്ത്രിക ബൂത്ത്. ഇപ്പോഴൊക്കെ ഇത് പണി ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കണം. ശരി, നിങ്ങളുടെ ജോലി തുടങ്ങിക്കോളൂ. രാമു പറഞ്ഞതുകൊണ്ട് ആ ബൂത്ത് എടുക്കാനായി എല്ലാരും ചെന്നു. എല്ലാരും ചേർന്ന് ആ ബൂത്ത് അവിടെ നിന്നും എടുക്കാനായി ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ എല്ലാരും വലിയ വലിയ കടപ്പാറ കൊണ്ടുവന്നു. അത് പൊട്ടിക്കാനായി അവർ ശ്രമിച്ചു. നിർത്തോ, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ. അരേ ചിന്റു, നീ എന്താ പറയുന്നത്? ഏത് ശരിയാണോ അതാണ് ഞാൻ പറഞ്ഞത്. ഏതാണ് ശരി? ഇത് ഇവിടെ നിന്നും ദയവ് ചെയ്ത് എടുക്കല്ലേ. എന്തിനാ എടുക്കരുത്? ഇത് ഇപ്പോൾ പണി ചെയ്തിട്ടില്ല. ഒരു വസ്തു നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ അത് ഉടനെ വലിച്ചെറിയുമോ രാമു മാമ? നാളെ തന്നെ നിങ്ങളുടെ അച്ഛൻ പണി ചെയ്യാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ പുറത്ത് വലിച്ചെറിയുമോ നിങ്ങൾ? ചിണ്ടുവിന്റെ ചോദ്യം കേട്ട് എല്ലാരും വളരെ ശാന്തരായി. ചിണ്ടുവിനോട് എന്തു മറുപടി പറയണമെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ്, ഇവിടെ നോക്കൂ ചിന്റു, അത് വേറെ കാര്യമാണ്. ഇതൊന്നും മനുഷ്യനല്ല, ഇത് വെറും മെഷീൻ തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഇനി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. ഇത് ഇങ്ങോട്ട് ഉള്ളത് കാരണം വെറും പ്രശ്നമാണ് വരുന്നത്, മനസ്സിലായോ? നിങ്ങൾക്കാണ് പ്രശ്നം, ഞങ്ങൾക്കല്ല. ഇത് ഇതിന്റെ മാന്ത്രിക പണി ചെയ്യുന്നില്ല തന്നെ. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ലല്ലോ. കുട്ടികളായ ഞങ്ങൾ ഇപ്പോഴും ഇതിൽ കളിക്കുകയാണ്. നിങ്ങളുടെ സ്വാർത്ഥത, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാത്തത് കൊണ്ട് ഇത് വലിച്ചെറിയാൻ ശ്രമിക്കുകയാണോ? പക്ഷെ ഇത്രയും ദിവസമായി കുട്ടികളായ ഞങ്ങൾ ദിവസവും ഇവിടെ വരികയാണ്, കളിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അനുവാദമില്ലാതെ ഇത് നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കരുത്. എന്താ കൂട്ടുകാരെ? അതെ അതെ, ചിണ്ടു പറയുന്നത് നേരാണ്. ഇവൻ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. അതെ ചിണ്ടു പറഞ്ഞത് നേരാണ്. ഇവൻ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. അപ്പോഴാണ് പെട്ടെന്ന് ആ ബൂത്ത് വളരെ വേഗത്തിൽ അനങ്ങാൻ തുടങ്ങിയത്. അതിൽ നിന്നും വെളുത്ത നിറത്തിൽ പുക വരാൻ തുടങ്ങി. അത് കണ്ടിട്ട് എല്ലാരും അതിശയിച്ചു. അവരുടെ മുൻപിലൊക്കെ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ അവർക്ക് തോന്നി. പിന്നെ പെട്ടെന്ന് ആ ബൂത്ത് തന്നെ കാറ്റത്ത് പറക്കാൻ തുടങ്ങി. പിന്നെ ആ കാറ്റത്ത് ഭയങ്കരമായി പൊട്ടിത്തെറിച്ചു. പിന്നെ അതിൽ നിന്നും ഒരു ഭൂതം പുറത്തേക്ക് വന്നു. അല്ല, ഇത് എന്താണ്? ഇത് ആരാണ്? ഞാൻ ഒരു ജിന്നാണ്. പല കൊല്ലങ്ങൾ മുൻപ് ഞാൻ ഈ ബൂത്തിൽ ഞാൻ ചെയ്ത തെറ്റ് കാരണം കുടുങ്ങിപ്പോയി. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് എല്ലാവരെയും സഹായിച്ചു കൊണ്ടിരുന്നു. എന്നിടത്ത് പറഞ്ഞിരുന്നു, എന്നാണ് ഞാൻ സത്യസന്ധയായ ഒരു മനുഷ്യനെ സഹായിക്കുന്നോ എനിക്ക് മുക്തി കിട്ടുമെന്ന്. ഞാൻ എപ്പോഴിങ്ങോട്ട് വന്നോ ഞാൻ സഹായം മാത്രമാണ് ചെയ്തത്. ഞാൻ എൻ്റെ കടസി സഹായം സത്യസന്ധയായ മനുഷ്യനക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നീ എന്താ പറയുന്നേ? എന്നെ സഹായിക്കുമോ? ഞാൻ വളരെ നല്ല മനുഷ്യനാണ്. ഇല്ല, ഞാൻ നിന്നെ സഹായിക്കുന്നില്ല. നീ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ കരുതിയല്ലോ. നീ ആ മനുഷ്യനല്ല. ആ നല്ല മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ അവന് സഹായം ചെയ്ത് മുക്തി അടയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ആ മനുഷ്യൻ ചിന്റു. എന്ത്, ഞാനോ? അതെ ചിന്റു, നീ പറയൂ, നിനക്ക് എന്താ വേണ്ടത്? എന്റെ ആഗ്രഹം എന്താണെന്നാൽ ലോകത്തിലുള്ള എല്ലാരും നന്നായിരിക്കണം, എല്ലാരും നന്നായി പഠിക്കണം, നമ്മുടെ നാട് നന്നായി വളരണം. ചിണ്ടുവിന്റെ ബുദ്ധിശക്തി കണ്ട് ഭൂതം ഒരുപാട് സന്തോഷിച്ചു. അത് ചിണ്ടുവിന് തന്റെ അനുഗ്രഹം നൽകി. പിന്നെ കുറച്ചു സമയത്തിനകം അത് കാറ്റത്ത് മാഞ്ഞുപോയി. ആ ഭൂതം മാഞ്ഞതിനു ശേഷം എല്ലാരും ചിണ്ടുവിനെ ഒരുപാട് പ്രശംസിച്ചു. പിന്നെ ആ മാന്ത്രിക സെൽഫി ബൂത്തിന്റെ കഥ അവിടെ തന്നെ അവസാനിച്ചു. പാഠം: നമ്മുടെ സ്വാർത്ഥത നിറവേറിയതിനു ശേഷം യാതൊരു വസ്തുവിനെയും മനസ്സാക്ഷിയില്ലാതെ വലിച്ചെറിയുന്നത് അത്ര നല്ല കാര്യമല്ല. ഇതിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്.